മിക്ക വൈകുന്നേരങ്ങളിലും ഞങ്ങൾ മൂന്നാളും കൂടി വണ്ടിയെടുത്ത് തന്നെ ഇറങ്ങലുണ്ട്. വീട്ടിലെ വലിയ കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പക്ഷെ ചായ കുടിക്കാനായിട്ടാണ് പോകുന്നത്. അതിനും തിരക്കാർക്കറിയില്ല, ഈ വീഡിയോ ഇറങ്ങുന്നതോടെ അതും കൂടി തിരക്കാർക്കറിയും. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്തു കൊടുക്കും. അറിയാത്ത ഏതെങ്കിലും വഴിക്കൂടെ ഒക്കെ കയറിയിട്ട് അവിടുന്ന് വഴി മുട്ടുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അടുത്ത ടൗൺ ഏതാണോ അല്ലെങ്കിൽ അടുത്ത മെയിൻ റോഡ് ഏതാണെന്നൊക്കെ നോക്കും. എന്നിട്ട് അങ്ങോട്ട് കയറലാണ് പതിവ്. ഇന്ന് ഞങ്ങളൊന്ന് വഴി മുട്ടിയപ്പം ഞങ്ങൾ നേരെ ചെമ്പുകടവ് പാലത്തുമ്മക്ക് ചാടി. ഇങ്ങനെ പോകുമ്പോഴുള്ള മെച്ചം എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളും കാണാത്ത കുറേ മനുഷ്യന്മാരും കാണും. പോലെ ചോദിക്കുന്ന ചിരിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെമ്പുകടവ് പാലത്തുമ്മ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ തുഷാരഗിരിയോട്ട് വിട്ട്. തുഷാരഗിരി എത്തിയപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ, പെരുന്നാളും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടുന്ന് അടിവാരത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോണ വഴിക്കാണ് ഈ ഒരു വ്യൂ പോയിന്റ് ഉള്ളത്, ചെറിയൊരു വ്യൂ പോയിന്റ് ആയിട്ടും. അവിടെ ഇറങ്ങി 2 ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചാണ് ഇറങ്ങിയത്. അങ്ങനെ ഈ പള്ളി ഒഴിവാക്ക് കാണിച്ചെടുത്തപ്പോൾ ദുവാറിന് നമുക്ക് ഇതിലെ തന്നെ അങ്ങോട്ട് പോകാൻ, ഇതിലായിട്ട് ഇറങ്ങാൻ വേണ്ടി കാട്ടുകൂടി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ വാശി പിടിച്ചിന്. പിന്നെ പോണ വഴിക്കാണ്ട് അവിടെ കയറിയിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ നോൾസിറ്റി കയറിയതിന് ശേഷം നമ്മൾ ചായ ഒക്കെ കുടിച്ച് അവിടുന്ന് 2 ബുക്കൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകുന്നത്. പിന്നെ അവിടെ ചായ കുടിച്ച് ഇറങ്ങിയ സമയത്ത് നമ്മളൊരു കപ്പിൾസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കാസർഗോഡിൽ. നമ്മളെപ്പോഴും ബുദ്ധി മനുഷ്യന്മാരോട് കണക്ട് ചെയ്യണം എന്നാണല്ലോ. അങ്ങനെ നമ്മൾ അവരോട് സംസാരിച്ച് അവർ 2 മക്കളൊക്കെ കൊണ്ട് ഒറ്റ മിനിറ്റിൽ കറങ്ങാൻ ഇറങ്ങിയേക്കാണ് ഇവിടേക്ക് ഒന്ന് കണ്ടു പോകാന്നുള്ളതിൽ. അങ്ങനെ നമ്മൾ അവരോട് ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് വന്നു. ഞങ്ങളായിട്ട് ഇരിക്കുന്ന കുറച്ച് സമയങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളായിട്ട് തന്നെ കാരണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടാണ് ഈ ഒരു പരിപാടി ഞങ്ങൾ എടുക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത ചായക്കട്ടയും കൊണ്ട് ഞങ്ങൾ പിന്നെ വരാട്ടോ.